നമ്മളുണ്ടല്ലോ കളരിവാതുക്കൽ അമ്പലത്തിലുള്ള അമ്പലത്തിൻ്റെ ബാക്കിൽ ഇതാ നല്ല കാടാണ്. ആടെയാവുള്ളൂ കേട്ടോ. നമ്മൾ മുന്നേടെ വന്നിട്ടുണ്ട്. ഇതാ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാനെൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത്. അതായത് കുറച്ച് മുന്നേ നമ്മളൊരിക്കൽ രാത്രി കിടന്നുറങ്ങാന്ന്. അന്നൊരു ഏകാദശി ദിവസമാണ്. അന്ന് ഞാൻ വ്രതം എടുത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഭക്ഷണമൊന്നും കഴിക്കില്ല, മനസ്സിൽ നല്ല ശാന്താവുന്നൊരു ദിവസമാണ്. അപ്പോൾ അന്ന് രാത്രി നമ്മൾ ബെഡ്റൂമിൽ ശ്രുതി മക്കളും കട്ടുമിലാവുള്ള, ഞാൻ മോനും നിലത്താണ് കിടന്നിട്ടുള്ള. നിലത്ത് കിടക്കിയിട്ട് അവിടെ കിടക്കുകയ്യ, നമ്മൾ ചെറിയ ബെഡ്റൂമാണ്. അപ്പോൾ രാത്രി എനിക്കൊന്നൊരു 1 മണിക്കാ 2 മണിക്കാരോ പെട്ടെന്ന് എനിക്കൊരു ബോധോദ്യം. പെട്ടെന്ന് ഞാനങ്ങ് ഞെട്ടി എണീച്ചിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ജനൽ പൂട്ടണം. ഇരുട്ടത്താണ് അത് കേട്ടോ, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ജനൽ നോക്കുമ്പോൾ എന്തോ തുറന്ന പോലെ എനിക്ക് പൂട്ടണം എന്നൊരു തോന്നിട്ട് പെട്ടെന്ന് ഞെട്ടി എണീച്ച് ജനൽ പോയി പൂട്ടുമ്പോൾ ഇത് മുഴുവൻ പൂട്ടാൻ കഴിയുന്നില്ല. എന്തോ ജനലൊക്കെ കുടുങ്ങിയ പോലെ. ഞാൻ വെച്ച് ഇതെന്തെന്നാണ് ഇപ്പോൾ കുടുങ്ങിയ പോലെ. ഞാൻ പോയി ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഒരു പാമ്പ്. അതായത് ഈ വളയർപ്പ എന്ന് പറയുന്ന പാമ്പ് നല്ല വിഷമുള്ള സാധനമാണ്. ഈ വെള്ളിക്കെട്ടെന്നെല്ലാം പറയും, ആ സാധനമാണ്. അപ്പോൾ അതാണ് കുടുങ്ങിയിട്ട് അവിടെ നിന്ന് പടക്കുന്നത്, അവിടെ ഇറങ്ങിയിട്ട് പടക്കുന്നത്. ഞാനപ്പോൾ അവിടെ ശ്രുതിനെ വിളിച്ച്, അവിടെ ശ്രുതി ഇതാണ് പാമ്പ്. അപ്പോൾ നീ എന്ന് പറഞ്ഞാൽ ഉറക്കത്തോരെ പിച്ചും വരുമ്പോഴല്ല. എനിക്ക് ഈ ഉറക്കത്ത് ചിലപ്പോൾ എണീച്ചിരുന്നിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നൊരു പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവള് വിചാരിച്ചാൽ അങ്ങനെ എന്തോ ആണ്, പോയി കിടന്നുറങ്ങിയിട്ട് ആളെ ഉറക്കാൻ വേണ്ടി രാത്രി പാമ്പല്ല. അത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇണ്ടടിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ വിളിച്ച് കാണിക്കുമ്പോൾ അവിടെ ഒരു വളയർപ്പാൻ, അതായത് അധികം നീട്ടൊന്നുമില്ല, നമ്മളൊരു 12 ഒരു 24 ഇഞ്ച് കുറച്ച് ഒരു ചെറിയ നീട്ടായിട്ടുള്ള ഒരു വളയർപ്പാൻ പാമ്പ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം ഇതെങ്ങനെ എനിക്ക് തോന്നി, കാരണം ആ പാമ്പ് ആ ജനൽ താഴിറങ്ങാൻ വേണ്ടി ചെറിയ ടൈമേ ഉള്ളൂ. വലിയ പാമ്പാങ്കിൽ അഴിഞ്ഞ് ഉള്ളിൽ കയറണം, ഇത് ചെറിയ പാമ്പാണ്. വേഗം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മക്കളെല്ലാം ഉള്ളിലല്ലേ, കട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങി കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അന്ന് എനിക്കങ്ങനെ തോന്നി തുറക്കാം. അതൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, ഞാനിപ്പോൾ അമ്പലത്തിലുള്ള ഞാൻ ദൈവവിശ്വാസിയാണ്. പക്ഷേങ്കിൽ ദൈവം നമുക്കെല്ലാം കൊണ്ടുതരുന്നു, എല്ലാം തരുന്നു, അങ്ങനത്തെ ഒരു വിശ്വാസം നടക്കില്ല. നമ്മളെ ബുദ്ധിയിൽ ദൈവം നല്ലത് തോന്നിപ്പിക്കും, നല്ല ഐഡിയകൾ തോന്നിപ്പിക്കും, നല്ല ചിന്തകൾ തോന്നിപ്പിക്കും. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുക. നമ്മൾ വലിയ പണക്കാരനാണ്, അവിടെ ദൈവം കുറേ പണം കൊണ്ടുതരിക, അല്ലെങ്കിൽ ദൈവം എന്താ പറയുക ആപത്തിൽ വന്ന് സഹായിക്കില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ദൈവം എന്ന് പറയുന്നത് ആപത്ത് വരുന്ന മുൻകൂട്ടി നമ്മളെ തലയിൽ കാണിച്ചു തരും, നമ്മൾ അറിയാണ്ട് നമുക്കൊരു സൂചന തരും. ആ സൂചനയാണ് എനിക്ക് കിട്ടിയ ആ പാമ്പ് ആ ജനലൂടെ കയറുന്ന ടൈം തന്നെ എണീച്ചിട്ട് ഇരുട്ടത് കണ്ണിങ്ങനെ തുറക്കെങ്കിൽ ഇരുട്ടത് ഒരു പൂട്ടാൻ വേണ്ടി എന്നെ തോന്നിപ്പിച്ച ആ തോന്നലാണ് ദൈവം എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ഏകാദശി വ്രതം എടുത്തിട്ടുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞ വ്രതം എടുക്കുമ്പോൾ മനസ്സ് ഭയങ്കര ശാന്തമാവും. നമ്മൾ ദൈവത്തോട് എടുക്കുന്ന പറയാം, മനസ്സ് നല്ല ശുദ്ധമാവും, ശാന്തമാവും. അപ്പോൾ നമുക്ക് മനസ്സിൽ നല്ല നല്ല ആശയങ്ങൾ ദൈവം തരും. ഇപ്പം നമ്മളൊരു ബിസിനസ് വിജയിക്കേണ്ടെങ്കിൽ, പുതിയ ബിസിനസ് തുടങ്ങണ്ടെങ്കിലെല്ലാം വെച്ചാൽ നമ്മളെ കൊണ്ട് ദൈവം തോന്നിപ്പിക്കും, നീ അങ്ങനെ ചെയ്തോ പഴിച്ചു, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തോ തോന്നിപ്പിക്കുന്നു. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരുന്നു. ശരിക്കും നമ്മുടെ ചിന്തയിലാണ് ദൈവം വരിക. നമുക്ക് ഓരോ നല്ല വഴികൾ കാണിച്ചെടുത്താണ് ദൈവം ചെയ്യുന്നത്. അതായത് നമ്മളെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല വഴികൾ ദൈവം കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അന്ന് ഏകാദശി ദിവസം എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായേ. അപ്പോൾ വ്രതം എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ മുസ്ലിംസൊക്കെ ഇപ്പോൾ നോമ്പ് എടുക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ പറയാം, നോമ്പ് എടുക്കുന്ന എല്ലാവർക്കും വളരെ നല്ലതാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചത്. നമ്മളൊക്കെ മാസത്തിൽ 2 ദിവസം എന്തായാലും വ്രതം എടുക്കുന്നുണ്ട്. അതുപോലെ മുസ്ലിംസൊക്കെ ഈ മാസം പരിശുദ്ധമായ ഈ മാസത്തിൽ വ്രതം എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, ഈ വ്രതം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ദൈവം നമ്മളെ നേരിട്ട് ഒരിക്കലും സഹായിക്കില്ലെങ്കിലും നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നെടുക്കുക, ദൈവം പ്രത്യക്ഷപ്പെടും, ദൈവം നമുക്ക് നല്ല നല്ല വഴികൾ കാണിച്ചു തരും. അപ്പോൾ ഈ മാസം നോമ്പെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസയാണ് അറിയിക്കാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരുടെ മനസ്സിലും ദൈവം ഉദിക്കട്ടെ, പുതിയ പുതിയ ആശയങ്ങൾ കാണിച്ചു തരട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പത്തും സമാധാനം ഉണ്ടാകട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. അല്ല ശ്രുതി, ശരിയെന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.